ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് എടുക്കണമെന്ന് ഓർക്കുന്നൊരു വീഡിയോ ആണ്. കാരണം ഇപ്പം നിലവിൽ നമ്മളെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു, പക്ഷേ കേരള റാങ്ക് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു നീറ്റ് ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത് ഒരു 144 ആണ്. ഈ 144 മുതൽ ഒരു 400 ഇടയ്ക്ക് നിൽക്കുന്ന കൊച്ചുങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിക്ക് ഗവൺമെൻറ്റായിട്ട് കോഴ്സ് എന്തെങ്കിലും ഒരു കോഴ്സ് കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റി കുറവാണ്. ഞാൻ പറയാൻ ഇതിനകത്തിൽ കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് ചാൻസ് ഉണ്ട്, ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ SC ST കാറ്റഗറി റിസർവേഷനൊക്കെ ഉള്ളവർക്ക് പിന്നെയും പ്രോബബിലിറ്റി ഉണ്ട് ഗവൺമെൻറ്റായിട്ട് കോഴ്സസ് ഒക്കെ കിട്ടാൻ. പക്ഷേ ബാക്കിയുള്ളൊരു കാറ്റഗറി ഉണ്ടല്ലോ, അവർക്ക് ശരിക്കും ഭയങ്കര ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും ഇരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണിത്. അപ്പോൾ അവർ ഇനി എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഇപ്രാവശ്യം എന്തായാലും റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെ ഉണ്ടാവും. ഈ ഒരു കൊല്ലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം എക്സാം ഇത്രയും ടഫ് ആയതുകൊണ്ട് കൊച്ചുങ്ങളിപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്കോർ നേടുന്നവർക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ഇതിൽ നിന്ന് ഏത് കോഴ്സ് കിട്ടും അതെടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെയും സെൽഫ് ഫിനാൻസിങ് BDSൻ്റെ ഒക്കെ കട്ട് ഓഫ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിലേറ്റീവ്ലി എക്സാം ടഫ് ആണെങ്കിൽ പോലും കൊച്ചുങ്ങൾ കൂടുതലും അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം നീറ്റ് ക്വാളിഫയിങ് സ്കോർ മുതൽ ഇപ്പോൾ നമുക്ക് BDS ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് BAMS ആണെങ്കിലും കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ സെൽഫ് ഫിനാൻസിങ് MBBS ആണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 400+ മാർക്കെങ്കിലും വേണം. ജനറൽ കാറ്റഗറി OBC ഇവർക്കെല്ലാം എന്തായാലും ഒരു 400+ വേണം. സെൽഫ് ഫിനാൻസിങ് MBBS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫയിങ് സ്കോർ മുതൽ നമുക്ക് സെൽഫ് ഫിനാൻസിങ് BDSും BAMSും കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പം നീറ്റ് നിങ്ങളുടെ ഒരു സ്കോർ ഒരു 150, 160, 180 ഒക്കെ ആണെങ്കിൽ, അതായത് 200 ബിലോ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ ഇത്രയും കൂടെ താഴെയായിരിക്കും. BDS ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ. അതേസമയം നിങ്ങളിപ്പോൾ നീറ്റ് ക്വാളിഫയിങ് സ്കോർ വെച്ച് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് BAMS ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 5 കോളേജസ് വരെ കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഇപ്പം BDSൻ്റെ ഫീസ് നമുക്കറിയാമല്ലോ, ട്യൂഷൻ ഫീസ് തന്നെ 3,30,000 ആണ്. ഇതെന്ന് പറയുന്നത് എല്ലാ കോളേജിലെയും, അതായത് കീമിൻ്റെ താഴെ വരുന്ന എല്ലാ കോളേജിലെയും ഫീസാണ്. അപ്പോൾ ഒരു കാറ്റഗറിക്ക് ഇത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു വർത്ത് ആവുമോ, അങ്ങനത്തെ ഡൗട്ടുള്ളൊരു പറ്റും പേരൻസും കൊച്ചുങ്ങളും ഉണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലടാ. കാരണം അത്യാവശ്യം ഒരു നല്ല ഫീസ് തന്നെയാണ്. ഇപ്പം സെൽഫ് ഫിനാൻസിങ് MBBS നോക്കുകയാണെങ്കിൽ 11 lakhs per year ആണ് ഇപ്രാവശ്യം വരാൻ പോകുന്ന ഫീസ്. BDS 3,30,000 ആണ്. പിന്നെ MBBSൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആ ഹൈപ്പിനനുസരിച്ചുള്ളൊരിതില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 വരെ ജോലി ചെയ്യുന്ന MBBS ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മളുടെ ആ ഒരു ടാലൻറ്റും കാര്യങ്ങളുമാണ്. നമ്മളിപ്പോൾ പഠിച്ച് PG എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാലറി സ്കെയിലും സ്കോപ്പും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ BDS നമ്മൾ PG എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്കോപ്പുണ്ട്. അങ്ങനെ MBBSനെ അപേക്ഷിക്കുമ്പോൾ BDSൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഫാമിലി ടൈമും കാര്യങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. കാരണം ഡ്യൂട്ടി ടൈം വരുന്നത് 10 to 4 കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ലേ. MBBS ഡോക്ടേഴ്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു ഫാക്ട് തന്നെയാണ്, MBBS ഡോക്ടേഴ്സെക്കാട്ട് കൂടുതൽ നന്നായിട്ട് ഏൺ ചെയ്യുന്ന BDS ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഓരോ ജംഗ്ഷനിലും ഓരോ ക്ലിനിക്ക് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒന്നിൽ കൂടുതൽ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അത്രയും കൂടുതൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ അത്രയും ആ ഒരു ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്ലിനിക്കിൻ്റെ കാര്യവും. ചുമ്മാ ഒരാൾക്ക് മെൻ്റൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കുറേ പൈസ സ്പെൻഡ് ചെയ്ത് ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് വെറുതെ അത്രയും എമൗണ്ട് വേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാൾ അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അത്രയും പേഷ്യൻസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ ആളുകളും പറയുന്നത് അങ്ങനെയാണ്, എല്ലായിടത്തും ക്ലിനിക്കുണ്ട്, അതിൻ്റെ അത്രയും ആളുകളുണ്ടടാ, അതായത് അത്രയും പേഷ്യൻസ് ഉള്ളത് കൊണ്ടല്ലേ അവർ അത്രയും ക്ലിനിക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ 3,30,000 അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്ഷൻ ആളുകളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പെർ ഇയർ 1 lakh വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന രീതിയിൽ കീമിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാനൊരു കൺസൾട്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഞാനൊരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് റീസെൻ്റ്ലി BDS എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് നമ്പേഴ്സ് എടുത്ത് കുറച്ച് കൺസൾട്ടൻസ് ആ ഗ്രൂപ്പിലുള്ള കൊച്ചുങ്ങളെ വിളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടൻസി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ കയ്യിൽ നിന്ന്, അതായത് പ്രിൻസിപ്പലിന് കൊടുക്കാനാണ്, കോളേജിലെ PROവിന് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് 50,000 60,000 ഒക്കെ മേടിക്കും. കാരണം ഒരുവിധം ഒരു പാവപ്പെട്ട പേരൻസിനൊന്നും അറിയത്തില്ല. ഇപ്പം എന്താണ് നീറ്റ് ക്വാളിഫയിങ് സ്കോർ മുതൽ നമുക്ക് BDS കിട്ടാനായിട്ടൊക്കെ ഉള്ളൊരു പ്രോബിലിറ്റി ഉണ്ടെന്ന് ഭൂരിഭാഗം പേരൻസിനും അറിയത്തില്ല. അപ്പോൾ അവർ നിങ്ങൾക്കിപ്പോൾ 200 സ്കോറേ ഉള്ളൂ, ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന കോളേജിൽ ഒരു BDS സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുമ്പം കുറേ അധികം ആളുകളും ട്രാപ്പിഡായി പോകും. കാരണം MBBSൻ്റെ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ കട്ട് ഓഫ് 400 ആണ്. അപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് BDSൻ്റെ കട്ട് ഓഫ് 200 വരുമെന്നൊന്നും ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിലെ MBBSൻ്റെ കട്ട് ഓഫ് 560 വരുവാണെന്നുണ്ടെങ്കിൽ BDSൻ്റെ കട്ട് ഓഫ് ഒരു 490+ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസിൻ്റെ ആളുകൾ ഒരു 70-80 മാർക്കിൻ്റെ ഡിഫറൻസിലെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം സെൽഫ് ഫിനാൻസിങ് BDS നോക്കുകയാണെന്നുണ്ടെങ്കിൽ 144ഉം 400ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ കൂടുതലും പേരൻസിന് അറിയത്തില്ല ഈ ഒരു സ്കോറിന് BDSും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ കുറേ പൈസ അവരിങ്ങനെ കൺസൾട്ടൻസിന് കൊണ്ടേ കൊടുക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു കൺസൾട്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കോളേജുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 5 രൂപ പോലും മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ റെഡിയാക്കി തരേണ്ട രീതിയിലൊന്നും ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരം ആവുന്നെങ്കിൽ ഉപകാരം ആവട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് BAMSനോ BDSനോ ഒക്കെ സ്കോളർഷിപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കോറിന് നിങ്ങൾക്ക് ഒരു BDS സീറ്റ് കിട്ടുമെന്നുള്ള കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, NRI സീറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ 6 lakh ആണ് NRIയുടെ ഫീസ് വരുന്നത്. അത് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്കൊരു 4.5 lakhs വരെ എടുക്കാനായിട്ടുള്ളൊരു സ്കീമുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.